സുഭാഷിതം. നഹൂം പ്രവചനത്തിന്റെ അവസാന അധ്യായത്തിൽ എന്തുകൊണ്ടാണ് നിനവെ നശിപ്പിക്കുന്നത് എന്നുള്ളതിന്റെ കാരണം പ്രവാചകൻ നൽകുന്നു. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, രക്തപാതകങ്ങളുടെ പട്ടണത്തിന് അയ്യോ കഷ്ടം, അത് മുഴുവനും വ്യാജവും അപഹാരവും നിറഞ്ഞിരിക്കുന്നു, കവർച്ച വിട്ടുപോകുന്നതുമില്ല. വോവ് ടു ദ ബ്ലഡി സിറ്റി, ഇറ്റ് ഈസ് ഫുൾ ഓഫ് ലൈസ് ആൻഡ് റോബറി, ഇറ്റ്സ് വിക്ടിം നെവർ ഡിപ്പാർട്സ്. രക്തപാതകം, മാലിന്യം, ഭീകരത ഇവ കൊണ്ട് നിനവെ പട്ടണം നിറഞ്ഞു. ഈ പട്ടണം ബലവത്തായ കോട്ടകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നതിനാൽ നാശം ഭവിക്കയില്ലെന്നാണ് അവർ കരുതിയിരുന്നത്. 3:11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ മാനസാന്തരമില്ലാത്ത നിനവെ പട്ടണം നിശ്ചയമായി നശിക്കുമെന്ന് ദൈവം അരുളി ചെയ്തു. പ്രവാചകൻ അരുളി ചെയ്തിരുന്നത് പോലെ ദൈവം അല്പം പോലും ശേഷിപ്പിക്കാതെ ന്യായം വിധിക്കുകയും ചെയ്തു. ഈ ചരിത്രത്തിൽ നിന്ന് നഹൂം പ്രവാചകൻ എന്താണ് നമ്മോട് സംസാരിക്കുന്നത് എന്ന് ചിന്തിക്കാം. അധർമ്മത്തിലും തിന്മയിലും ജീവിച്ചിരുന്ന നിനവെ ജനത്തിന് ഉദ്ധരിക്കുന്നതിനു വേണ്ടി ദൈവം യോനാ പ്രവാചകനെ അവിടേക്ക് അയച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് ജനം തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നു. അത്ഭുതകരമായി നിനവെ പ്രതികരിച്ചു. ആത്മീയ നവീകരണം തെരുവുകളിലൂടെ പടർന്നു. ലോകം കണ്ട ഏറ്റവും വലിയ നഗരവ്യാപകമായ പുനരുജ്ജീവനത്തിൽ ഒരു കാലത്ത് അഭിമാനിച്ചിരുന്ന നഗരം ദൈവമുമ്പാകെ സ്വയം താഴ്ത്തി. ദൈവം അവരെ ഉദ്ധരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. കാലം കടന്നുപോയപ്പോൾ ആത്മീയ ഉണർവ് അപ്രത്യക്ഷമായി. നിനവയിലെ ജനങ്ങൾ ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഭാവി തലമുറയ്ക്ക് പകർന്നു കൊടുത്തില്ല. തുടർന്ന് ജനം ധാർമ്മികമായി വളരെ അധപ്പതിച്ചു. ആത്മീയ പിന്മാറ്റത്തിന്റെ അനന്തരഫലങ്ങൾ വ്യക്തമായി പ്രവാചകൻ ചിത്രീകരിച്ചു. സൃഷ്ടിയുടെ മേലുള്ള ദൈവത്തിന്റെ ശക്തിയും മത്സരിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ കോപം അഴിച്ചുവിടുകയും ചെയ്യുമെന്നുള്ള ചിത്രങ്ങൾ പ്രവാചകൻ വരച്ചു കാട്ടുന്നു. അനുതപിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ മനസ്സില്ലാത്ത ദുഷ്ടരും അഹങ്കാരികളുമായ ജനത്തെ ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല. ഈ പുസ്തകം മറ്റൊരു യാഥാർത്ഥ്യവും കൂടെ നമ്മെ വിളിച്ചറിയിക്കുന്നു. മാനസാന്തരപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുന്ന എല്ലാവരും അന്ത്യം വരെ വിശ്വസ്തരായി നിലകൊള്ളണം. എബ്രായർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോക അപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. 11-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്ന മാനസാന്തരപ്പെട്ട ഓരോ വിശ്വാസികൾക്കും തങ്ങളുടെ ഭാവി തലമുറയെ ദൈവത്തിനായി ഒരുക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം തങ്ങളിൽ നിക്ഷിപ്തമാണെന്നുള്ളതുകൂടെ ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. 89-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും, തലമുറ തലമുറയോളം എൻ്റെ വായ് കൊണ്ട് നിന്റെ വിശ്വസ്തതയെ അറിയിക്കും. ആകയാൽ നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ ലോകത്തിന്റെ മാലിന്യങ്ങൾ വിട്ടോടി ദൈവകൃപയിലും പരിശുദ്ധാത്മാവിലും ഞങ്ങളുടെ ജീവിതം നയിച്ച് നിത്യരാജ്യത്തിലെത്തുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.